പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ കഴിഞ്ഞ കുറേ പടങ്ങൾ മഹാമോശ സിനിമകളായിരുന്നു. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മളങ്ങ് നന്നായിട്ടങ്ങ് ഉറക്കും. പ്രതീക്ഷേനേക്കാളും വ്യത്യസ്തപരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. സ്പീഡായിട്ട് പോകുന്നുണ്ട്, ലാഗ് ഒന്നുമില്ല. നോർമൽ പടമെന്ന് വിചാരിച്ചാൽ കയറിയത്, വെറുതെ കയറിയതാണ്. കൊള്ളാം മൂവി, അടിപൊളിയാണ്. നല്ല പടം ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു പടം. കുറച്ചൊക്കെ ലാഗ് ഉണ്ടായിരുന്നില്ല, നല്ല പടമായിരുന്നു. സ്ക്രീൻ പ്ലേ നല്ല ബെസ്റ്റ് പ്ലേ, നല്ല ട്വിസ്റ്റ് ഉണ്ട്, സ്പീഡായിട്ട് പോകുന്നുണ്ട്, ലാഗ് ഒന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കുക. പടം കൊള്ളാം, നല്ല പടം, ത്രില്ലിംഗ് ആയിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു നോർമൽ പടമെന്ന് വിചാരിച്ചാൽ കയറിയത്, വെറുതെ കയറിയതാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല പടമായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. പുള്ളി കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. നല്ല പടമാണ്. നമ്മൾ പ്രതീക്ഷേനേക്കാളും വ്യത്യസ്തപരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. എല്ലാവരും എന്തായിരുന്നാലും എന്ത് ചെയ്യുക, ഒന്ന് കാണുക എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാനുള്ളൂ. സിനിമ മൊത്തത്തിൽ നല്ല സിനിമയാണെന്ന് പറയാം. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മളങ്ങ് നന്നായിട്ടങ്ങ് ഉറക്കും, ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് വരെ. അതിന് ശേഷം സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന ആ സബ്ജക്റ്റ് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഒരു ഡബിൾ ട്വിസ്റ്റ് എന്നോ ഡബിൾ ക്ലൈമാക്സ് എന്നൊക്കെ പറയാം. ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അവസാനിക്കുമെന്ന് തോന്നുന്നിടത്ത് അവസാനം ഒരു പോസിറ്റീവായിട്ട് സിനിമ അവസാനിപ്പിക്കും. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ കഴിഞ്ഞ കുറേ പടങ്ങൾ മഹാമോശ സിനിമകളായിരുന്നു. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല സിനിമ. ഇത് നന്നായിട്ട് ഒരു തിരക്കഥയാണ് എൻ്റെ മെച്ചപ്പെട്ട സംഭവം. ഒരു ത്രില്ലർ രീതിയിൽ, ക്രൈം ത്രില്ലറും അങ്ങനത്തെ ഒന്നും, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊന്നും അല്ല. ഒരു ബാങ്ക് റോബറി, സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിക്കുക. പിന്നെ ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ട്. നമ്മൾ ഈ കുമിളുകൾ പോലെ നമ്മളെ നാട്ടിൽ നീളെ ഒരുപാട് ബാങ്കുകൾ വരുന്നുണ്ട്. നമ്മൾ അവിടെയൊക്കെ ചെന്ന് പണമൊക്കെ നിക്ഷേപിക്കും, നമ്മുടെ കാശ് പോകും. അപ്പം നമ്മളൊക്കെ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം ആ ബാങ്ക് ആധികാരികമാണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ബാങ്കിൽ പോയി ക്യാഷൊക്കെ നിക്ഷേപിക്കാനും ഉള്ള അങ്ങനെ ഒരു സോഷ്യൽ മെസ്സേജ് കൂടെ ഉണ്ട്. ആ അവസാനമൊക്കെ ത്രില്ലടിച്ചിട്ടാണ് ഇറങ്ങിയത്. അല്ലാതെ ആദ്യത്തെ 1 മണിക്കൂർ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് വരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഉറങ്ങിപ്പോകും, നമ്മളങ്ങ് വെറുത്തു പോകും. അതിന് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ആ സിനിമ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ അങ്ങനെയാണ് സിനിമ ഇൻ്റർവെൽ അവസാനിക്കുന്നത്.